പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ തിയറി ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പോകുമോ, ഞാൻ ഈശ്വരനായിട്ട് കൂടുതൽ അടുക്കുമോ, ഞാൻ എന്റെ കുടുംബം വിട്ടു പോകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഡൗട്ടുകൾ പലർക്കും ഉണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയതയും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനും ടോട്ടലി രണ്ടാണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്നത്? നിങ്ങൾ ഈ പ്രപഞ്ചം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനായി, നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആധ്യാത്മികമായ പാതയിലേക്ക് നീങ്ങാനുള്ളതാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ത്രൂ മാനിഫെസ്റ്റേഷൻ ചെയ്യും. പറഞ്ഞ പോലെ ആ പ്രോസസ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ വർക്കാവും. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയോടുള്ള വിശ്വാസം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഊട്ടി ഉറക്കപ്പെടും. വിശ്വാസം ഇല്ലാതിരുന്ന ആൾക്കാർ പോലും വിശ്വാസത്തിലേക്ക് വരും. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ പോസിറ്റീവ് എനർജി എന്നോ, കൃഷ്ണനെന്നോ, ശിവനെന്നോ, യേശു ക്രിസ്തു എന്നോ, അള്ളാഹെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ആ ഒരു പാതയിലേക്കാണ് എല്ലാ ആൾക്കാരും സ്പിരിച്വാലിറ്റി ത്രൂ പോകുന്നത്. അതിന് പല ആൾക്കാരും പല മീഡിയംസ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ സ്പിരിച്വാലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. നമ്മൾ ആ പാതയിൽ പോകും. നമുക്ക് ഭൗതികമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഭൗതികമായുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നതോടുകൂടി ആൾക്കാർക്ക് ഈശ്വരനിലുള്ള അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ടും ആൾക്കാർ അതിൽ കൂടുതൽ വിശ്വസിക്കുന്നു എന്നല്ലാതെ ആ ഒരു പാതയിലേക്ക് പൂർണ്ണമായി പോയി കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ എന്റെ കുട്ടികളെയും മക്കളെയും ഭർത്താവിനെയും എന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് നീങ്ങും എന്നുള്ള ഒരു ധാരണ തീർച്ചയായും തെറ്റാണ്. അതുകൊണ്ട് തീർച്ചയായും മനസ്സിലാക്കുക, സ്പിരിച്വാലിറ്റിയും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു തിയറിയും ടോട്ടലി ഡിഫറെന്റ് ആണ്. ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരുവന്റെ വിശ്വാസമാണ്. അവൻ എന്തിൽ വിശ്വസിക്കുന്നോ, അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ, അല്ലെങ്കിൽ ഏത് ഈശ്വരനിൽ വിശ്വസിക്കുന്നോ, ഏത് ശക്തിയിൽ വിശ്വസിക്കുന്നോ, ആ വിശ്വാസത്തിലേക്ക് പോകാൻ അവൻ സ്പിരിച്വാലിറ്റി ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ ചൂസ് ചെയ്യുന്നെങ്കിൽ അത് അവന്റെ ആഗ്രഹത്തിലേക്കാണ് അവൻ എത്തിച്ചിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാൻ ആഗ്രഹമില്ല, നിങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ത്രൂ അട്രാക്ട് ചെയ്തെടുക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകളോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട്